പെഹൽഗാമിൽ നടന്ന ഒരു ഭീകരാക്രമണത്തിന്റെ മറുപടിയായിട്ട് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ പല തീവ്രവാദ സംഘടനകളെയും അടിച്ച് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഓപ്പറേഷന് ഇന്ത്യൻ ആർമി പേര് നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ഇത്തരത്തിലൊരു ആക്രമണം നമ്മൾ അങ്ങോട്ട് നടത്തിയത് കൊണ്ട് തന്നെ തിരിച്ചൊരു ആക്രമണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും. പാകിസ്ഥാനുമായിട്ട് നമ്മൾ നമ്മൾ ലാൻഡ് അതിർത്തി ക്രോസ് ആകുന്നില്ല, പക്ഷേ സീ അതിർത്തി ക്രോസ് ആകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കേരളത്തിലും ചിലപ്പോൾ ഒരു തിരിച്ചടി വന്നേക്കാം. അതിന്റെ ഭാഗമായിട്ട് മെയ് 7-ാം തീയതി, അതായത് ഇന്ന് 4 മണിക്ക് ഒരു മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു സേഫ്റ്റി വരുത്താൻ വേണ്ടിയാണ് ഈ ഒരു മോക്ക് ഡ്രിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള അലാറം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒന്ന് ലോങ് ആയിട്ടുള്ള അലാറം ആയിരിക്കും, രണ്ടാമത്തത് ഒരു സ്മോൾ ആയിട്ട് ഷോർട്ട് ടൈമിലുള്ള ഒരു അലാറം ആയിരിക്കും. ഏത് തരത്തിലുള്ള ഒരു അലാറം കേട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് കൂട്ടത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ്, കുട്ടികള് ആരുമായിക്കോട്ടെ അവരുമായിട്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വളരെ സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റിയ സ്ഥലത്ത് നിൽക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആക്കി ഇടുക. TV, വാഷിംഗ് മെഷീൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫ് ചെയ്തിടുക. അതേപോലെ ഗ്യാസ് ഓഫ് ചെയ്തിടുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾ എമർജൻസി ലൈറ്റ് നിങ്ങളുടെ കയ്യിൽ കരുതുക. മൊബൈലിന്റെ ടോർച്ച് ആണെങ്കിലും മതി. എസ്പെഷ്യലി നിങ്ങളുടെ കയ്യിൽ ഒരു എമർജൻസി ലൈറ്റോ ടോർച്ച് ലൈറ്റോ ഉണ്ടെങ്കിൽ കൂടി രാത്രി ഇരുട്ടാകുന്ന ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം വരുന്നതെങ്കിൽ, ജനലിന്റെ അടുത്താണെങ്കിൽ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ഇത് ഓപ്പൺ ചെയ്യാതിരിക്കുക, തെളിയിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഫുഡായിട്ട് നിങ്ങളെ നെറ്റ്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കരുതുക. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് മുൻകൂട്ടി തരണം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സേഫ്റ്റി ആകാം എന്ന ഭാഗത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക.